ഓക്കെ, ഇപ്പം നമ്മൾ LED എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ റെഡ് കളർ LED ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1.7 വോൾട്ടാണ്. അതേപോലെ തന്നെ അതിൻ്റെ കറണ്ട്, വർക്കിംഗ് കറണ്ട് എന്ന് പറയുന്നത് 10 മില്ലി ആംപിയർ കറണ്ട് മതി. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ നോക്കുക, നമ്മുടെ പവർ സപ്ലൈ നമ്മൾ കൊടുക്കുന്നത് 5 വോൾട്ടാണ്. ദാറ്റ് മീൻസ് 1.7 വോൾട്ടും ആവശ്യമുള്ളതും 5 വോൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതുമാണ്. ദാറ്റ് മീൻസ് ഇടയ്ക്ക് നമുക്ക് കുറച്ച് വോൾട്ടേജ് എക്സസ് ആണ്. ആ വോൾട്ടേജ് എക്സസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റെസിസ്റ്ററോടെ എക്സസ് വോൾട്ടേജിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയാണ് നമ്മൾ റെസിസ്റ്ററോടെ ഉപയോഗിക്കുന്നത്. ഞാൻ റെസിസ്റ്ററോടെ ഉപയോഗിച്ചു. അപ്പോൾ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിനി കണ്ടെത്തണം. നോക്കുക, ഇവിടെ എത്രയാണ് നമ്മുടെ എക്സസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് 5 മൈനസ് 1.7 വോൾട്ടാണ് എക്സസ് എന്ന് പറയുന്നത്. ഇത് 3.3 വോൾട്ട്. ഈ 3.3 വോൾട്ട് ഡ്രോപ്പായി പോകേണ്ടത് എവിടെയാണ്? അത് ഈ റെസിസ്റ്ററിൻ്റെ അക്രോസ് ആണ്. ഈ 3.3 വോൾട്ട് ഇവിടെ ഡ്രോപ്പായി പോകണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഓംസ് ലോ അപ്ലൈ ചെയ്യുന്നത്. ഓംസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ R = V/I. അപ്പോൾ V എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ അല്ല, പകരം ആ റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജാണ്. അപ്പോൾ ആ റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 3.3 വോൾട്ടാണ്. ഡിവൈഡഡ് ബൈ എന്താണ് അതിൽ കൂടെ പോകേണ്ട കറണ്ട്, അതായത് LED ആവശ്യമായിട്ടുള്ള കറണ്ട് 10 മില്ലി ആംപിയർ. 10 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 330 ഓം കിട്ടും. അപ്പോൾ ഈ 330 ഓം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 330 ഓം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 5 വോൾട്ട് ഈ സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ 3.3 വോൾട്ട് ഈ റെസിസ്റ്ററിൻ്റെ അക്രോസ് ഉണ്ടാവും. അതേപോലെ തന്നെ LED അക്രോസ് 1.7 വോൾട്ട് ഉണ്ടാവും. 10 മില്ലി ആംപിയർ കറണ്ട് ഈ ലൂപ്പിൽ കൂടെ പോകും. അപ്പോൾ ഓംസ് ലോ വെച്ചിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു ലോ കൂടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ EMF എന്ന് പറയുന്നത് ആ സപ്ലൈയിലുള്ള ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻ്റ് അക്രോസ് ഡ്രോപ്പ് ആവുന്ന വോൾട്ടേജുകളുടെ സമ്മായിരിക്കും. ദാറ്റ് മീൻസ് 5 വോൾട്ട് എന്ന് പറയുന്നത് 3.3 പ്ലസ് 1.7 വോൾട്ട് ആയിരിക്കും. അതേത് ലോ ആണ്? KVL, ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ. അപ്പോൾ ആ KVL വെച്ചിട്ട് ഒന്നും കൂടെ നമ്മൾ ഓംസ് ലോയിനെ നമ്മൾ ഒന്നും കൂടെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം R LED, നമ്മുടെ LEDക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഞാൻ VCC എന്ന് എഴുതുകയാണ്, മൈനസ് LEDക്ക് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് VLED എന്ന് പറയുന്നത്, ഡിവൈഡഡ് ബൈ LEDക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് ILED. അപ്പം ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ, ദാറ്റ് മീൻസ് ഓംസ് ലോയിലോട്ട് നമ്മൾ KVL കൂടെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് വോൾട്ടേജിൽ വർക്ക് ചെയ്യേണ്ട എന്താണ് LEDക്ക് ആവശ്യമായിട്ടുള്ള റെസിസ്റ്റർ വാല്യൂവിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ആ മെത്തേഡ്, റെസിസ്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള മെത്തേഡ്.